ചുറ്റും രാസമാലിന്യമാ. കുടിക്കാനും കുളിക്കാനും പറ്റുകയില്ല. ഭൂഗർഭജലം പറ്റി. ദുബായിലോ പഴയ പോലെ കുളിസീനൊന്നും ഇല്ലല്ലോ പൊന്നപ്പൻ ചേട്ടാ. പിള്ളേരൊക്കെ വലുതായി. കുളിപ്പരയിലോട്ട് മാറ്റി. ആ കുന്ത്രാണ്ട് എടുത്തു വെച്ച് നോക്കല്ലേ, നാട്ടുകാർ കണ്ടാ കുളിപ്പിച്ച് കിടത്തി വെള്ളം വിരിക്കും. അത് കുഴിയിലേക്കുള്ള ഡ്രസ്സിംഗ് അല്ലേ? ഓർമ്മിപ്പിച്ചത് നന്നായി. കൊള്ളാം. ദുബായ് ജോസിന് സ്വാഗതം. കാശ് മുടക്കിയാലെന്താ, ചീമിണി ജോസിനുള്ള ഇരട്ടപ്പേര് മാറിക്കിട്ടുമല്ലോ. പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടെ നിന്നാ മതി. അത് ഞാൻ ഏറ്റു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴേ അടിച്ചു പൊളിക്കുന്നു. ഓക്കേ. താങ്ക് യു. മതി 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 നിർത്ത്. എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഗൾഫിൽ പോയി ഇത്തിരി കാശുകാരനായെന്ന് വെച്ച് എന്തിനാ ചെണ്ട കൊട്ടും വെടിക്കെട്ടും ഈ മാലയൊക്കെ? ഇതൊന്നും വേണ്ടായിരുന്നു. നീ കാശുമായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം? കുണത്താപ്പറമ്പിൽ ജോസ് സ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ബില്ലിന്റെ രസീത് എന്റെ കൈവശം തന്നെ ഉണ്ട്. പിന്നെ മേളക്കാർക്കുള്ള കാശ് എവന്റെ വീട്ടിൽ ചെന്ന് അമ്മച്ചിരുന്ന് വാങ്ങിച്ചോ. എന്നാലും എന്റെ പഹയ നിനക്ക് വരാൻ തോന്നിയല്ല. എങ്ങനെ വരാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് മരിക്കുന്ന അമ്മ ഫോൺ വിളിയോടെ വിളിയില്ലേ? ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ 2 മാസം ലീവ് എടുത്ത് വന്നിരിക്കുക. നാളെ മുതൽ പെണ്ണ് കാണാൻ തുടങ്ങുന്നു. ആ കണ്ണാടി എന്തിനാ തലേ വെച്ചിരിക്കും? തലേ വെക്കുന്ന കണ്ണാടിയാ. വേണമെങ്കിൽ മൂത്തും വയ്ക്കാം. സുലൈമാന്റെ ഒരു സുലൈമാനി എടുക്കട്ടെ. വേണ്ടിക്കാ വേണ്ട. കാലത്തെ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ. നല്ല മൂത്ത കള്ളും മീനും കപ്പയും. എന്ത് രസവാ പൊന്നപ്പച്ചേട്ടാ. എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴക്കട്ടെ. ജോസഫി ഇത്തവണ കണ്ടോ ഇത് 12 തന്നെ. 12 ഇട്ടില്ലെങ്കിൽ അങ്ങനെ അവൻ പകിടെറിഞ്ഞ് പിടിക്കുന്നു. ഇടി തുടങ്ങാനാ. മുടക്കണ്ട. കൊള്ളാ. നീയോടാ ആണ്. ഞാൻ ജോസ്. വെറും ജോസ് അല്ല, ദുബായ് ജോസ്. ഇത് പകിട. പേര് സുരേന്ദ്രൻ. പക്ഷെ ആരും സുരേന്ദ്രൻ എന്ന് വിളിക്കാറില്ല. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഇനി 2 മാസം ഞാൻ ഫ്രീയാ. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് കൂടിയാലോ വില പൊന്നപ്പൻ ചേട്ടാ? പിന്നെ നിനക്കെന്താ? കള്ളു കുടിക്കണം, താറാവിനെ തിന്നണം, പകിട് കളിക്കണം. അക്കാര്യം ജോസ് ഏറ്റു അല്ലേ? ജോസ് പോകുന്നവരെ നീ ജോസിന്റെ കൂടെ കുടിക്കോ. അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. ഇതാ മുത്തു കൂടെ പിടിച്ചോ. ചെണ്ടച്ചേട്ടന്മാരെ കൂടെ കുടിക്കോ. ഭാസ്കര ജോസ് അല്ല കെട്ട് കഴിഞ്ഞു വരിക. കെട്ട് കഴിഞ്ഞല്ലോ ജട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറി പോയല്ലോടാ ചീങ്കണ്ണി. ഇപ്പൊ പേര് മാറ്റി. ജോസ്, ദുബായ് ജോസ്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. എടി അങ്ങ് ഒരു 5-6 കരിമീനെടുത്ത് പൊള്ളിക്ക്. 5-6 കരിമീനൊന്നും പോരാ, ഒരു 10-65 ജനം വേണം. പുറകെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ? ഇളവനോ മൂത്തോ? ഇന്ന് മൂത്തത് താറാവും ആയിക്കോട്ടെ. എടിയേ 5-6 താറാവും കൂടെ വെളിക്കിരി. അയ്യോ ഇപ്പൊ കഴിച്ചതാ. അയ്യേ അതല്ല പറഞ്ഞു, പുറത്തോട്ടിരിക്കും. അത് ശരി. എന്നതാ വള്ളംകളി കമ്മിറ്റിയാന്നോ? ഏയ് ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് 2 ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ ഇത് നല്ല കളി. ഇയാള് പണ്ടെന്റെ ചെവിക്കെല്ലാം തന്നതാ. ഇയാളുടെ ഭാര്യയെ കളിയാക്കിയാണ്. പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പൊ ജോസുമായിട്ടൊന്ന് അടിക്കണമെന്ന് വെച്ചാൽ തന്നെ ഈ വള്ളങ്ങളുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാൻ? അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളും. ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വെള്ളംകളിയും വള്ളംകളിയൊക്കെ ഒരുമിച്ചാകാലോ. ഹായ്, നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? തങ്കപ്പയ്ക്കാണോ? വില പറയാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മൊത്തമല്ല ചില്ലറയാ. അതെ ഒന്നേ. എന്താ? എനിക്കൊരു ഉപകാരം ചെയ്യോ? ഇല്ല, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ എന്റെ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. എന്റെ അച്ഛൻ. അങ്ങേരോട് ചെന്ന് പറഞ്ഞാൽ മതി. ഇത് അങ്ങേര് വിചാരിച്ച നടക്കണ കാര്യമല്ല. ഞാൻ ഇങ്ങനെ പെരന്നറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയോ? അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട. ഇതങ്ങോട്ട് പിടിച്ചേ. അയ്യേ, ലവ് ലെറ്ററാ? എനിക്കൊന്നും വേണ്ട. അയ്യടാ, ലവ് ലെറ്റർ തരാൻ പറ്റിയൊരു സാധനം. ഇത് ലവ് ലെറ്റർ ഒന്നുമല്ല, പത്രത്തിൽ കൊടുക്കാനുള്ള പരസ്യ. വരനെ ആവശ്യമുണ്ട്. പിടിച്ചേ. ഓ,
സന്തോഷം. സുന്ദരിയും സുശീലയും 10ാം ക്ലാസ് വരെ പഠിച്ചതും. അപ്പൊ തോറ്റ കാര്യം പറയണ്ടേ? അയ്യടാ, ഒരുത്തനെ കെട്ടാനും അവന്റെ 3-4 മക്കളെ പെറാനും 10ാം ക്ലാസ് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്രത്തിൽ കൊടുക്കൂല്ലോ എന്ന് പറ. പിന്നെ എന്താ സംശയം? ഇത് ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ? അങ്ങനെ ഉപകരിക്കണ്ട. രാവിലെ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ട് വന്നതേ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. ഇത് വായിച്ചിട്ട് പത്രത്തിൽ കൊടുക്കണ്ട, ഞാൻ കെട്ടിക്കോളാന്നൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാ. ദുഷ്ടൻ. വേണ്ട, എന്നെ കെട്ടണ്ട. ഞാൻ എവിടെങ്കിലും പോയി ചത്തു പോയിക്കോളാം. അല്ല, നീ എന്തിനാ അവൾക്ക് പ്രേമലേഖനം കൊടുത്തത്? പ്രേമലേഖനോ? ഞാനോ? പിന്നെ എന്തിനാ അവള് കരഞ്ഞത്? ഇതൊക്കെ ചോദിക്കാൻ ഇയാളാരാ? ആരോരും ഇല്ലാത്ത പെണ്ണാവള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ. ചേടാ, ഇതെന്തൊരു പാട്? അവൾ എന്റെ പുറകെ എന്നെ കെട്ടി എന്ന് പറഞ്ഞു നടന്നാ ഞാൻ എന്ത് ചെയ്യാന്? നിനക്ക് എന്താ അവളെ കെട്ടിയാല്? ഓഹോ, അപ്പൊ ഭീഷണിപ്പെടുത്തി കെട്ടിക്കാൻ ഇറങ്ങിയിരിക്കാ? അതേടാ. ചേട്ടൻ സീരിയസ് ആണോ? ഉം. അയ്യോ, എന്നാ ഞാനൊരു സത്യം പറയാം. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ അത് അവൾ അറിഞ്ഞാൽ ഇപ്പൊ അവൾ എന്റെ പുറകെ നടക്കുന്ന പോലെ ഞാൻ അവളുടെ പുറകെ നടക്കേണ്ടി വരും. അതാ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം. ചേട്ടൻ ഈ പെണ്ണുങ്ങളെ പറ്റി അറിയാത്തോണ്ടാ. കെട്ട് കഴിഞ്ഞാൽ എന്തായാലും എന്റെ ജീവിതം പോക്ക. അതുവരെ ഞാനിങ്ങനെ ചുമ്മാ ജാടയൊക്കെ ഇട്ട് നടന്നോട്ടെ. പോട്ടെ. ഉം. ഇന്നു മുതൽ നൊയമ്പ് നോക്കാമെന്ന് ഭഗവതിക്ക് നേർന്നിട്ടുണ്ട്. വള്ളം ജയിച്ചു വരുന്നവരെ ഒരിക്കലാ. നീ ഇങ്ങനെ ഒരിക്കലേ നോമ്പെന്നൊക്കെ പറഞ്ഞ് പട്ടണി കിടന്ന് ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. വള്ളംകളി എന്റെ പാട്ടിന് നടന്നോളും, നമ്മൾ ജയിക്കുകയും ചെയ്യും. നേരത്തെ എത്തിയില്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കേണ്ട ആള് തന്നെ താമസിച്ചു എന്നൊന്നും പറഞ്ഞു ആ ദിവാകരനും കൃഷ്ണനൊക്കെ വഴക്കുണ്ടാക്കും. കുഞ്ഞിനൊന്നും പുതിയ കുപ്പായത്തിലൊക്കെ ആണല്ലോ. ആശാൻ ക്യാപ്റ്റൻ ആകുമ്പോ ഞാനായിരിക്കുമല്ലോ വൈസ് ക്യാപ്റ്റൻ. അപ്പൊ ഗമ ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി. ഇനി വള്ളംകളി കഴിയുന്നവരെ നേരത്തെ പ്രതീക്ഷിക്കണ്ടല്ലോ. അതെ, വെറുതെ നോക്കിയിരിക്കണ്ട. നേരത്തെ കാലത്തെ വല്ലതും കഴിച്ച് കിടക്കാൻ നോക്കണം. കഴിഞ്ഞ 2 വർഷക്കാലമായി കിഴക്കുംഭാഗം ചുണ്ടന് നെഹ്റു ട്രോഫി നേടാനായത് ഗോവിന്ദനാശാൻ ക്യാപ്റ്റനായിരുന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വർഷവും ആശാന്റെ കീഴിൽ നമ്മൾ മത്സരിച്ച് ഒരു ഹാട്രിക് വിജയം നേടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണയും ആശാൻ തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആര് ക്യാപ്റ്റൻ ആയാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ക്യാപ്റ്റൻ ആകുന്ന ആള് വള്ളം കളിക്കുള്ള മുഴുവൻ ജലവും വഹിക്കണം. എന്താ ഒരു പുതിയ നിയമം? കഴിഞ്ഞ കൊല്ലം അങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ പോലല്ല. ഇക്കൊല്ലം ഓരോ വള്ളം കയറി കൃഷ്ണോട് നശിച്ചിരിക്കുക. വള്ളംകളി മത്സരം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇത്തവണ ആര് ക്യാപ്റ്റൻ ആയാലും അയാൾ കാശ് മുഴുവൻ മുടക്കണം. അങ്ങനെ കുറെ കാശാണെന്ന് ആരെയും പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ പറ്റൂ? തുഴച്ചിക്കാരെ നിയന്ത്രിക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവുണ്ടാവണം. അതിനിപ്പോ ആശാനല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? എങ്കിൽ പിന്നെ ആശാൻ കാശ് മുടക്കട്ടെ. എന്താ മുടക്കോ? അല്ല, ഇപ്പോ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഞാൻ പറയാം. പറയണ്ടാന്ന്, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇപ്പൊ ആശാൻ മാത്രം ഉണ്ടാക്കിയിട്ട് കിഴക്കൻ ഭാഗത്തോണ്ട് മത്സരിക്കേണ്ട കാര്യമില്ല. എന്താ പിന്നെ വള്ളം കരക്കേറ്റി വെക്കണോ? കരക്കേറ്റ് വെക്കാനല്ല വള്ളം ഇറക്കിയത്. അത് ശരിയാ. കാശ് കൊടുക്കാൻ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. വള്ളംകളിയുടെ സകല ചെലവ് ഏൽക്കുകയും തുഴച്ചിൽക്കാർക്ക് കൈ നിറയെ കാശ് കൊടുക്കാൻ ഒരാൾ വന്നാലോ? വെറുതെ മണ്ടത്തരം പറയാതെ ആരെ എങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ വിദേശ നിക്ഷേപങ്ങൾ തേടി പരക്കം പായുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കിഴക്കും ഭാഗം ചുണ്ടൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായഹസ്തവുമായി ഒരു വിദേശകരം നീണ്ടു വരുന്നത് നാം കണ്ടില്ലെന്ന് നടിച്ചൂടാ. ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്താപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. നമസ്കാരം. നമസ്കാരം. ദുബായിലെ മരുഭൂമിയിൽ പൊരിവെയിലത്ത് ജോലി ചെയ്യുമ്പോഴും കാശുണ്ടാക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇവിടുത്തെ വെള്ളവും വള്ളവും നിങ്ങളൊക്കെ മാത്രമായിരുന്നു. അറിയോ? നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് കൂടണമെന്നൊരാഗ്രഹം. ഈ വള്ളംകളി മത്സരത്തിന്
കിഴക്കൻ ഭാഗം ചുണ്ടിന്റെ സകല ചെലവും വഹിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ ജോസ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ. ഫോട്ടോ അവനെവിടെ ഫോട്ടോ എടുക്കണ പുല്ലേ ആയി നോക്കി നിൽക്കുക. ആശ പിണയി പോകുന്നു വേണ്ട. ജോസ് ക്യാപ്റ്റനായെന്ന് വെച്ച് ആശാന് വള്ളത്തേലൊക്കെ നിൽക്കുക. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ അയ്യാടെ സ്വഭാവം. അതെ ഈ കോപ്പം കയ്യിലോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്തത്. ചുണ്ട കൊണ്ടെന്റെ ചുണ്ട് പൊട്ടിയതേ.